പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വിശുദ്ധമായ വലിയ നോമ്പ് 45-ാം ദിവസം ഇന്നാണ് നമ്മുടെ ജീവിതത്തിലെ ഈ നോയമ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, പുണ്യ ദിവസം. യേശുനാഥൻ നമുക്കായി ബലിയർപ്പിക്കപ്പെട്ട അവസാന തുള്ളിച്ചോര വരെയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ആ പുണ്യദിനം. ആ പുണ്യദിനത്തിൽ നമുക്കിന്ന് സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി എന്നോടൊപ്പമായിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്രൂശിതരൂപനായി സ്നേഹസ്വരൂപനായി മനസ്സിൽ നീ വരണേ ദേവാ, മനസ്സിൽ നീ വരണേ. ക്രൂശിതരൂപനായി സ്നേഹസ്വരൂപനായി മനസ്സിൽ നീ വരണേ ദേവാ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ. മൃതിയെ തോൽപ്പിച്ചു വീണ്ടും ഉയർത്തൻ്റെ മനസ്സിൽ നീ വരണേ ദേവാ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ. സ്നേഹമുള്ളവരെ, സങ്കീർത്തനങ്ങൾ 126 തിരിച്ചു വരുന്ന സങ്കീർത്തനങ്ങൾ 126:3 നാം പ്രാർത്ഥിക്കേണ്ട വചനം ഇതാണ്: കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 126:3. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തന ഭാഗങ്ങൾ: സങ്കീർത്തനം 125 തിരിച്ചു വന്ന പ്രവാസികളുടെ ഗീതം 6 വചനം. സങ്കീർത്തനം 127 എല്ലാം ദൈവത്തിൻ്റെ ദാനം. സങ്കീർത്തനം 128 ദൈവഭക്തന് അനുഗ്രഹം. സങ്കീർത്തനം 129 സിയോൻ്റെ ശത്രുക്കൾക്കെതിരെ. സങ്കീർത്തനം 130 അഗാധത്തിൽ നിന്ന്. പിന്നെ നമുക്ക് സങ്കീർത്തനങ്ങളിലൂടെ അവിടുത്തെ മഹത്വപ്പെടുത്താം. എന്നോടൊപ്പം ആയിരിക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. സങ്കീർത്തനങ്ങൾ 126 ആരോഹണ ഗീതം. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവ് ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. സങ്കീർത്തനങ്ങൾ 127 എല്ലാം ദൈവത്തിൻ്റെ ദാനം. ആരോഹണ ഗീതം സോളമൻ രചിച്ചത്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിങ്കൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. സങ്കീർത്തനങ്ങൾ 128 ദൈവഭക്തന് അനുഗ്രഹം. ആരോഹണ ഗീതം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ.
നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തർ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. 129 സങ്കീർത്തനം. സിയോൻ്റെ ശത്രുക്കൾക്കെതിരെ ആരോഹണ ഗീതം. ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ, ചെറുപ്പം മുതൽ എന്നെ അവർ എത്ര അധികമായി പീഡിപ്പിച്ചു. ചെറുപ്പം മുതൽ എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു. എന്നിട്ടും അവർ എൻ്റെ മേൽ വിജയം നേടിയില്ല. ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു. അവർ നീളത്തിൽ ഉഴവ് ചാല് കീറി. കർത്താവ് നീതിമാനാണ്. ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. സിയോനെ വെറുക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ. അവർ ചതുപ്പ് നിറഞ്ഞ പുല്ലുപോലെ ആവട്ടെ. അവർ പുറപ്പുറത്തെ പുല്ലുപോലെയാകട്ടെ. അവർ വളരുന്നതിന് മുൻപ് ഉണങ്ങിപ്പോകട്ടെ. അത് കൊയ്യുന്നവൻ്റെ കൈ നിറയുന്നില്ല, കറ്റകെട്ടുന്നവൻ്റെ മടിയും നിറയുന്നില്ല. കർത്താവിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് വഴിപോക്കർ അവരെ നോക്കി പറയുന്നില്ല. അഗാധത്തിൽ നിന്ന് ആരോഹണ ഗീതം. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായ്ച്ചെൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവേ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നും അവിടുന്ന് മോചിപ്പിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹമുള്ളവരെ, ഈ നിമിഷങ്ങൾ അത്രയും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിച്ചതിന് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ ദിവസത്തിൻ്റെ ആ പവിത്രതയും ശാന്തതയും നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്ന് കാത്തു സൂക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥനാനിരതനായിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്താൽ അത് കൂടുതൽ പേരിലേക്ക് ഈ വചന ശുശ്രൂഷ എത്തിച്ചേരുന്നതാണ്. നിങ്ങൾ അതിനായി സഹകരിക്കുമല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി. ആമീൻ.